ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ആർസണൽ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് ഈ അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഓൾറെഡി സൈൻഡ് പ്ലെയേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കറിയാമല്ലോ, ഈ പ്രാവശ്യത്തെ ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ടായത് ജൂൺ 1 സാധാരണ ജൂൺ 10 സ്റ്റാർട്ടാവുന്ന ട്രാൻസ്ഫർ വിൻഡോ ഈ പ്രാവശ്യം വളരെ ഏർലി ജൂൺ 1 സ്റ്റാർട്ടായിരിക്കുന്നു. എന്നിട്ട് ജൂൺ 10 വീണ്ടും അത് ക്ലോസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ വീണ്ടും അത് റീഓപ്പൺ ചെയ്യുന്നു ജൂൺ 16. ഈ ജൂൺ 1 തൊട്ട് ജൂൺ 10 വരേക്കും നടന്ന കൺഫേംഡ് സൈനിങ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈനിങ്ങിലേക്ക് കടക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ തൊട്ട് കുഞ്ഞാനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഓൺ എ പെർമനന്റ് ഡീൽ. വൂൾസിൽ നിന്ന് കുഞ്ഞാനെ സൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു ഫോർവേഡ് പ്ലെയർ, ഒരു സ്ട്രൈക്കർ പ്ലെയർ എന്നൊക്കെ തന്നെ പറയാം, അല്ലെ സെക്കൻഡ് സ്ട്രൈക്കർ എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്ലെയർ. ഓഫ് കോഴ്സ് ഈ ഒരു സൈനിങ്ങിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിൻ്റെ ആ ഒരു അംബീഷൻ അവർ കാണിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമാണ് കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്രാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പത്തറ്റിക് കണ്ടീഷനിലാണ് കഴിഞ്ഞ സീസൺ അവർ ഫിനിഷ് ചെയ്തത്. സോ ഈ സീസണിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇത്. കുഞ്ഞാനെ സൈൻ ചെയ്യുക എന്നുള്ളത്. ഡെഫിനറ്റ്ലി ആ ഏരിയയിൽ അവർക്ക് ഇംപ്രൂവ്മെന്റ്സ് വേണം. ഗർണാച്ചോ എക്സിറ്റ് ആവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. സോ അവിടത്തേക്ക് കുഞ്ഞ വരുന്നു. കുഞ്ഞ വളരെ നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസൺ വോൾഫ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. കുഞ്ഞ 62.5 മില്യൺ പൗണ്ടിലാണ് കുഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നിരിക്കുന്നത്. ആർസണലല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നിരിക്കുന്നത്. ആകെ മൊത്തം 33 അപ്പിയറൻസസ്, ടോട്ടൽ ഗോൾ കോൺട്രിബ്യൂഷൻ 17 ഗോൾസ് ആണ് ഓൾ കോമ്പറ്റീഷനിൽ കുഞ്ഞ അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 6 അസിസ്റ്റ്. 26 വയസ്സുകാരനായ കുഞ്ഞ 2030 വരേക്കുമാണ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് സ്റ്റാർട്ട് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇനി നമ്മൾ മാൻ സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ മാൻ സിറ്റി 4 പ്ലെയേഴ്സിനെയാണ് കൺഫേംഡ് സൈനിങ് ചെയ്തിരിക്കുന്നത്. അതിലെ ഒരു സൈനിങ്ങും വൂൾസിലെ പ്ലെയർ തന്നെയാണ്. വൂൾസിൽ അങ്ങനെ 2 ടോപ്പ് പ്ലെയേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അടുത്ത സീസണിലേക്ക് കടക്കുമ്പോൾ. ഒന്ന് കുഞ്ഞ, 2 റയാൻ ഐറ്റ് നൗറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതിൻ്റെ കൂട്ട് കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസൺ വോൾസിന് വേണ്ടി കാഴ്ചവെച്ചത്. ഒരു ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ബാക്ക് എന്നൊക്കെ പറയാവുന്ന പ്ലെയർ. 36 മില്യൺ പൗണ്ടിലാണ് ആ ഡീൽ കൺഫേംഡ് ആയിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് ഡീലുള്ളത്. ഈ പ്ലെയറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്റ്റേബിൾ പ്ലെയർ ആണ്. 11 ഗോൾ ഇൻവോൾവ്മെന്റ്സ്, ഗോളല്ല അടിച്ചത്, 11 ഗോൾ ഇൻവോൾവ്മെന്റ്സ്, കീ ഗോൾ ഇൻവോൾവ്മെന്റ് കഴിഞ്ഞ സീസൺ വൂൾസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പെപ്പിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് സൈഡിന് ഈ പ്ലെയർ റയാൻ ഐറ്റ് നൗറി 100% നല്ലൊരു അഡീഷൻ ആയിരിക്കും. ആ ഡെപ്ത് കൊടുക്കാനൊക്കെ ഡെഫിനറ്റ്ലി ഈ അഡീഷൻ സഹായിക്കും. മറ്റൊരു പ്ലെയറിനെ പറ്റി പറയുകയാണെങ്കിൽ അതും വേറൊരു റയാനാണ്. ഈ പ്ലെയറിന്റെ പേര് റയാൻ ചെർക്കിയാണ്. ലയോണിൽ നിന്നാണ് സൈൻ ചെയ്തിരിക്കുന്നത്. വെറും 21 വയസ്സ്, സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന പ്ലെയർ. 34 മില്യൺ പൗണ്ടിനാണ് സൈൻ ചെയ്തിരിക്കുന്നത്. 5 ഇയർ ഡീലാണ്. കഴിഞ്ഞ സീസണിൽ 30 അപ്പിയറൻസിൽ നിന്ന് 12 ഗോള്, 20 അസിസ്റ്റ്. അങ്ങനെ വളരെ നല്ലൊരു റെസ്യൂമയോടെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് റയാൻ ചെർക്കി ജോയിൻ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് അഡീഷൻ. ഒരു ഡയറക്റ്റ് റീപ്ലേസ്മെന്റ്, KDBയുടെ ഒരു ഡയറക്റ്റ് റീപ്ലേസ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും ഇത്രയും നല്ലൊരു പെർഫോമൻസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഹി കംസ് വിത്ത് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ. സോ എന്തായാലും ഒരു ഗ്രേറ്റ് അഡീഷൻ തന്നെയാണ്. എഗെയിൻ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിൻ്റെ കൂട്ട് ആ സ്ക്വാഡിന് ഡെപ്ത് തരുന്ന ഒരു പ്ലെയർ തന്നെയായിരിക്കും റയാൻ ചെർക്കി. ഇനിയിപ്പോൾ അടുത്ത പ്ലെയറിനെ പറ്റി പറയുകയാണെങ്കിൽ അതും മിഡ്ഫീൽഡ് ഏരിയയിൽ തന്നെയുള്ള പ്ലെയർ ആണ്, ടിജാനി റെയിൻഡിയേഴ്സ്. ഇതും മിഡ്ഫീൽഡിലെ വേറൊരു അഡീഷനാണ് മാൻ സിറ്റിക്ക് വേണ്ടി. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റീപ്ലേസ്മെന്റ് ഫോർ KDB എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ. അറൌണ്ട് 46 മില്യൺ പൗണ്ട് ആണ് ട്രാൻസ്ഫർ ഫീ. 5 ഇയർ ഡീലാണ്. 54 അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട്. 15 ഗോള്, അതുപോലെ തന്നെ 5 അസിസ്റ്റ്. ടിജാനിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഫാദറും ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണ്. പുള്ളിയുടെ ബ്രദറും ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണ്. സോ ഹി കംസ് ഫ്രം എ ഫാമിലി ഓഫ്
പ്രൊഫഷണൽ ഫുട്ബോൾ. അപ്പോൾ ആ ഒരു ഹെറിറ്റേജ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊരു KDBയുടെ ഒരു റീപ്ലേസ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ടിജാനി റെയിൻഡിയേഴ്സ്. എന്നാലും അവിടെ ഒരു മോർ പ്രൊലിഫിക്, അതായത് പ്രൂവൺ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറിന്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് ഐ സ്റ്റിൽ ഫീൽ. ആ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഡെപ്ത് ഉണ്ട്, പക്ഷെ ആ ഒരു ക്രിയേറ്റിവിറ്റി, ജാക്ക് ഗ്രീലിഷ് ഒക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും ആ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ KDB ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ഇപ്പോഴും മിസ്സിങ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എനിവേ, ലെറ്റ്സ് സീ, വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ടിജാനി എങ്ങനെയാണ്, അല്ലെങ്കിൽ റയാൻ ഷെർക്കി എങ്ങനെയാണ് നെക്സ്റ്റ് സീസൺ അഡാപ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഫോർ ഡെഫിനറ്റ്ലി. വേറൊരു അഡീഷൻ നമ്മുടെ മാൻ സിറ്റിയുടേത് ചെൽസിയിൽ നിന്ന് മാർക്കസ് ബെറ്റിനെല്ലിയാണ്, ഗോൾ കീപ്പർ. ഇതൊരു എന്താ പറയുക, ഒരു സ്മാർട്ട് മൂവ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ മാർക്കസ് ബെറ്റിനെല്ലി ഒരു ഇംഗ്ലീഷ് പ്ലെയർ ആണ്. സോ ആ ഒരു ഹോം ഗ്രോൺ കോട്ട ഫില്ല് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്ലെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. കാരണം എഡർസനെയും ഒർട്ടേഗേനെയും ഒക്കെ ടാക്കിൾ ചെയ്തിട്ട് വേണം മാർക്കസിന് ഇടം കണ്ടെത്താൻ. പക്ഷെ അതൊന്നും അത്ര ഇപ്പൊ ഈ എഡർസൺ ആയാലും ശരി, ഒർട്ടേഗ ആണെങ്കിലും ശരി, ഇവർ രണ്ടുപേരും ഹോം ഗ്രോൺ പ്ലെയേഴ്സ് അല്ല, ഇവർ രണ്ടുപേരും ഇംഗ്ലീഷ് പ്ലെയേഴ്സ് അല്ല. പക്ഷേ അതേസമയം ഈ മാർക്കസ് എന്ന് പറയുന്ന ഈ സൈനിങ് ഡെഫിനറ്റ്ലി ആ 8 പ്ലെയർ ഹോം ഗ്രോൺ റൂളിന് സഹായകരമാവും എന്നാണ് എൻ്റെ ഒരു വ്യൂവ്. ഇതാണ് 4 സൈനിങ് മാൻ സിറ്റിയുടേത്. മാൻ സിറ്റി ഈ 10 ദിവസത്തിനുള്ളിൽ 4 കൺഫേംഡ് സൈനിങ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു. അതുപോലെ തന്നെ കുന്യയുടെ സൈനിങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വേറൊരു ക്ലബ്ബ് ഇതുപോലെ തന്നെ ബിസി ആയിട്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ ഏർപ്പെട്ടത് മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെൽസിയുടെ 4 സൈനിങ്ങളിൽ വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു സൈനിങ് ആയിരുന്നു ഡെലാപ്പിന്റെ സൈനിങ്. ഡെലാപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്സ്വിച്ച് ടൗണിന്റെ സ്ട്രൈക്കർ ആയിരുന്നു. ഇപ്സ്വിച്ച് ടൗൺ അൺഫോർച്ചുനേറ്റ്ലി ഈ സീസണിൽ റെലഗേറ്റഡ് ആയിരിക്കുകയാണ്. റെലഗേറ്റഡ് ആയ ഇപ്സ്വിച്ച് ടൗണിന് വേണ്ടി 12 ഗോളും 2 അസിസ്റ്റുമാണ് ഡെലാപ്പ് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചത്. വെറും 21 വയസ്സ് പ്രായം ഉള്ള ഡെലാപ്പിനെ 30 മില്യൺ കൊടുത്തിട്ടാണ് ചെൽസി ഇപ്സ്വിച്ച് ടൗണിൽ നിന്ന് മേടിക്കുന്നത്. നീണ്ട 7 വർഷത്തെ കോൺട്രാക്റ്റാണ് ഡെലാപ്പ് സൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സീസണിൽ ഓൾമോസ്റ്റ് എല്ലാ ഗെയിമും ഇപ്സ്വിച്ച് ടൗണിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ടോട്ടൽ 37 ഗെയിംസ് കളിച്ചിട്ടുണ്ട് ഇപ്സ്വിച്ച് ടൗണിന് വേണ്ടി. സോ ഈ 37 ഗെയിംസിൽ നിന്ന് 12 ഗോള് 2 അസിസ്റ്റ്. ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് സ്ട്രൈക്കർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ബട്ട് യെസ്, ഹീസ് യങ്, പ്രോസ്പെക്റ്റ് ഉള്ള പ്ലെയർ ആണ്. കോൾ പാമറും കൈസേഡയും ഒക്കെ ഉള്ള ടീമിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പ്ലെയറിന് ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ചെൽസിയുടെ സ്ക്വാഡ് നമുക്കറിയാലോ, ദേ ആർ വെരി ഫോക്കസ്ഡ് ഓൺ യങ് പ്ലെയേഴ്സ്. അവരുടെ എല്ലാ സ്ക്വാഡും മെമ്പേഴ്സും വളരെ യങ് ആണ്. 19, 20, 21. ഇതാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ആവറേജ് ഏജ് ഓഫ് ദ സ്ക്വാഡ്. ഇറ്റ്സ് ബിലോ 25 എന്ന് തന്നെ പറയണം. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് അവരുടെ സൈനിങ്സും. ഇനി ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന എല്ലാ സൈനിങ്സും എല്ലാം 21, 19, 20 എന്നീ റേഞ്ചിലുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈനിങ് ചെൽസിയുടെ ആരാണെന്ന് നോക്കാം. അത് മറ്റാരുമല്ല, എസുഗെ. സ്പോർട്ടിംഗ് ലിസ്ബന്റെ പ്ലെയർ ആണ്, പക്ഷേ ലാസ് പാൽമാസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരുന്നത്, ലോണിൽ വേണ്ടി. ലാസ് പാൽമാസിൽ നിന്ന് ഇപ്പോൾ സ്പോർട്ടിംഗ് ലിസ്ബനിൽ നിന്ന് ചെൽസി സൈൻ ചെയ്തിരിക്കുകയാണ്. വെറും 20 വയസ്സ് പ്രായം, നീണ്ട 8 വർഷത്തേക്കാണ് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെൽസിയുടെ ഈ കോൺട്രാക്ട് സൈനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, യങ് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുക, ഒരു ലോങ് ടേമിലേക്ക് ലോക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് ചെൽസി ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഈ പ്ലെയേഴ്സൊക്കെ പ്രോസ്പെക്റ്റ് ഉണ്ടെന്ന് അവർ എന്താ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോങ് ടേം കോൺട്രാക്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ ഡെലാപ്പിൻ്റെതും 7 years ആണ്, ഈ പറയുന്ന എസുഗേൻ്റെയും ഇപ്പം എന്താ 8 years ആണ്. സോ സ്ട്രാറ്റജി ഭയങ്കര ക്ലിയർ ആണ്. യങ് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുക, ലോങ് ടേമിലേക്ക് ലോക്ക് ചെയ്യുക. അതൊരു പ്രോസ്പെക്റ്റ് ആകുമ്പോഴത്തേക്ക് ഇഫ് ദേ ആർ ഗുഡ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗുഡ് ഫോർ ദ ക്ലബ്. അതിപ്പോൾ ബാഡ് ആണെങ്കിൽ ദേ ക്യാൻ ഈസിലി സെൽ ഇറ്റ് ഓഫ്. കാരണം യങ് പ്ലെയേഴ്സിന് എപ്പോഴും വാല്യൂ ഹൈ ആയിരിക്കും ദാൻ ഓൾഡ് പ്ലെയേഴ്സ്. സോ അതൊരു നല്ലൊരു സ്ട്രാറ്റജി ആയിട്ടാണ് ചെൽസി മൂവ് ചെയ്യുന്നത്. അത് വളരെ വ്യക്തമാണ്. നമുക്ക് ഈ ട്രാൻസ്ഫർ വിൻഡോ ഇതുവരേക്കും ചെയ്ത ബിസിനസ്സിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന
ഒരു സ്ട്രാറ്റജിയാണ് ചെൽസിയുടെ സ്ട്രാറ്റജി എന്തെന്നുള്ളത്. സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡാണ് യസുഗയുടെ പൊസിഷൻ. ഓൾമോസ്റ്റ് 25 ഗെയിംസ് കളിച്ചിട്ടുണ്ട്. ഒരു ഗോളെ അടിച്ചിട്ടുള്ളൂ, അസിസ്റ്റ് ഒന്നുമില്ല. സോ ഡിഫെൻസീവ് ഓറിയന്റഡ് പ്ലെയർ ആണ് എന്ന് തന്നെ പറയണം. ഈ പ്ലെയർ അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി കൈസഡോ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, എൻസോ ഉണ്ട്, അതുപോലെ തന്നെ ലാവിയുണ്ട്. ഈ പ്ലെയേഴ്സിനെ എല്ലാം ഔട്ട് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ അത്രയ്ക്ക് നല്ല പ്രകടനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇൻ കപ്പ് കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ടോ അല്ലെങ്കിൽ സബ്ബോ ഒക്കെ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ഫോർ സച്ച് എ പ്ലെയർ. ഇച്ചിരി ടൈം എടുക്കും ഈ പ്ലെയറിനൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഡെഫിനറ്റ്ലി എന്ന് തന്നെ നമുക്ക് പറയാം. ചിലപ്പം ചെൽസി ലോൺ ഔട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. എന്നാൽ അടുത്ത പ്ലെയർ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ചെൽസി സൈൻ ചെയ്തിരിക്കുന്ന മമദു സാർ എന്ന് പറയുന്ന ഒരു പ്ലെയറാണ്. സ്ട്രാസ്ബർഗിൽ നിന്നാണ് സൈൻ ചെയ്തിരിക്കുന്നത്. സെൻറ്റർ ബാക്ക് പൊസിഷൻ, 6 അടി 4 ഇഞ്ച് ഉയരം, ടോൾ സെൻറ്റർ ബാക്ക്, 10 ക്ലീൻ ഷീറ്റ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ. സോ ഡെഫിനറ്റ്ലി ഈ പ്ലെയർ നമ്മുടെ യസുഗ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലെയർ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ദിസ് ഈസ് എ ഗ്രേറ്റ് അഡീഷൻ ഇൻ മൈ ഒപ്പീനിയൻ. വെറും 20 വയസ്സ് മാത്രം പ്രായം, ടോൾ സ്ട്രോങ് സെൻറ്റർ ബാക്ക്, ഈസ് സ്റ്റിൽ വെരി യങ്. ഒരുപാട് ഡെവലപ്പ് ആവാനുണ്ട്. ഒരു എന്താ പറയുന്ന വില്യം സലീബേൻ്റെ കൂട്ടോ അല്ലെങ്കിൽ ഗാബ്രിയൽ മാർഗലേസിൻ്റെ കൂട്ടൊക്കെ ഡെവലപ്പ് ആവാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റ് ഒക്കെ തന്നെയാണ് ഈ പറയുന്ന മമദു സാർ. നെക്സ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത്, ഈ പ്ലെയർ 6'4" ആണെങ്കിൽ അടുത്ത പ്ലെയർ 6'7" ഒരു ഗോൾ കീപ്പറാണ് ചെൽസി സൈൻ ചെയ്തിരിക്കുന്നത്. ചെൽസിയുടെ ഗോൾ കീപ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരാ അല്ലേ, 4 or 5 ഒക്കെ പ്ലെയേഴ്സ് ഉണ്ട് ചെൽസിക്ക് ഇപ്പം ഗോൾ കീപ്പറായിട്ട് മാത്രം തന്നെ. അത് മാത്രമല്ല ലോണിന് വേറെ കൊടുത്തിട്ടുണ്ട്, വേറെ 3-4 പ്ലെയേഴ്സ്. ഒരുപാട് ഗോൾ കീപ്പർ ഉള്ള ഒരു സ്ക്വാഡാണ് ചെൽസിയുടേത്. സോ ചെൽസിയുടെ പുതിയ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തിരിക്കുകയാണ്. മൈക്ക് പെൻഡേഴ്സ് ഗെങ്കിൽ നിന്ന് സൈൻ ചെയ്തിരിക്കുകയാണ്. എഗെയിൻ വളരെ യങ്, 20 വയസ്സ് മാത്രം, അതും ജൂലൈയിൽ 20 വയസ്സാവുന്നേ ഉള്ളൂ. 17 million ആണ് ട്രാൻസ്ഫർ ഫീ. സോ അഗെയിൻ എന്താ പറയുക, ഡെപ്ത് ഉള്ള ഒരു അഡീഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമുക്ക് ചാമ്പ്യന്മാരായ ലിവർപൂളിലേക്ക് വരാം. ലിവർപൂൾ നമുക്കെല്ലാവർക്കും അറിയാം, ഫ്രിംപോങ്ങിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ബയർ ലിവർകൂസറിൽ നിന്ന്. 24 വയസ്സ് പ്രായം, വളരെ ബ്രില്യൻറ്റ് റെസ്യൂമയോടെയാണ് നമ്മുടെ ലിവർപൂളിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ട്രെൻഡ് റിയൽ മാഡ്രിഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് തന്നെ പറയണം ലിവർപൂൾ നടത്തിയ ഈ സൈനിങ്. ഫ്രിംപോങ് വിൽ ബി എ ഗ്രേറ്റ് അഡീഷൻ ടു ലിവർപൂൾ ടീം. എനിക്ക് യാതൊരു സംശയമില്ല ഫ്രിംപോങ് നല്ല രീതിയിൽ നെക്സ്റ്റ് സീസൺ പെർഫോം ചെയ്യുമെന്ന്. അതുപോലെ തന്നെ ഈ ഒരു സൈനിങ്, ഈ ട്രെൻഡ് വിട്ടുപോയ ആ ഗ്യാപ്പ് ഈസിലി ഫ്രിംപോങ് ഫില്ല് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. 29.5 million പൗണ്ടിനാണ് ഈ പ്ലെയറിനെ ബയർ ലിവർകൂസറിൽ നിന്ന് ലിവർപൂൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ആകെ മൊത്തം 33 അപ്പിയറൻസസ്, അതിൽ നിന്ന് 5 അസിസ്റ്റ്, 5 ഗോള്. നമ്മൾ ആലോചിക്കണം, റൈറ്റ് ബാക്ക് ആണ്, റൈറ്റ് വിങ് ബാക്ക് ആണ്. He has 5 goals and 5 assists. So ഇതിൽ കൂടുതൽ ലിവർപൂൾ ഫാൻസ് എന്താ പറയുക, they couldn't ask for a better player എന്ന് തന്നെ പറയാം, ബെറ്റർ റീപ്ലേസ്മെൻറ്റ് എന്ന് തന്നെ പറയണം. ഓഫ് കോഴ്സ് ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ എന്നാൽ പോലും ട്രെൻഡ് പോയ ആ ഗ്യാപ്പ് ഈസി ആയിട്ട് ഫ്രിംപോങ്ങിന് ഫില്ല് ചെയ്യാൻ പറ്റും 100%. ഞാനത് വീണ്ടും പറയുന്നു. അത് പറയുന്ന കാര്യമുള്ളത് കൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. അപ്പോൾ ലിവർപൂൾ നോക്കുന്ന ആകെ ഉള്ള ഒരു ബയർ ലിവർകൂസർ പ്ലെയർ മാത്രമല്ല ഫ്രിംപോങ്. നമുക്കെല്ലാവർക്കും അറിയാം ബ്രിഡ്സിനെ ചേസ് ചെയ്യുന്നുണ്ട്. ബ്രിഡ്സിൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല. ഐ എം ഷുവർ ബ്രിഡ്സ് ലിവർപൂളിൽ ജോയിൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. അത് ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ടൈം. ബ്രിഡ്സും ലിവർപൂളിലേക്ക് വരും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കൺഫേംഡ് സൈനിങ് ഉണ്ട് ലിവർപൂളിൻ്റെ, അതിലേക്ക് നമുക്ക് പോവാം.
അർമിൻ പേഴ്സ്കി ഒരു ഗോൾ കീപ്പറാണ്, ബുസ്കസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 36 ഗെയിമിൽ നിന്ന് 11 ക്ലീൻ ഷീറ്റ് വെച്ചിട്ടുണ്ട്. സോ ആ ഒരു സ്ക്വാഡ് ഡെപ്തിന് ഡെഫിനറ്റ്ലി ലിവർപൂളിനെ സഹായിക്കുന്ന, കപ്പ് കോമ്പറ്റീഷനിലും ഒക്കെ സഹായിക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറിനെ തന്നെയാണ് ഇപ്പം സൈൻ ചെയ്തിരിക്കുന്നത്. സോ ലിവർപൂൾ ഹാസ് ഡൺ ദെയർ ജോബ് ഓൾസോ എന്ന് തന്നെ പറയണം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ. ഇനി തീർന്നിട്ടില്ല. ഡെഫിനറ്റ്ലി ബ്രിഡ്സിൻ്റെയും കൂടെ അഡീഷൻ ആകുമ്പം ഓഫ് കോഴ്സ് അവർ ഈ നെക്സ്റ്റ് സീസണിലേക്കും കയറുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. ഇനി എൻ്റെ ടീം ആർസണൽ. ബാക്കിയുള്ള ടീമുകളൊക്കെ എന്താ പറയുക, സ്ക്വാഡ് സ്ട്രെങ്തൻ ആക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുഞ്ഞിയനെ സൈൻ ചെയ്യുന്നു, മാൻ സിറ്റി ഇതാ 2 റയാനെ സൈൻ ചെയ്യുന്നു, ലിവർപൂൾ ഇതാ ബ്രിഡ്സിനെ ഫോളോ ചെയ്യുന്നു, ഫ്രിംപോങ്ങിനെ സൈൻ ചെയ്യുന്നു. നമ്മുടെ ആർസണലാണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് യാതൊരു സൈനിങ്ങും ചെയ്യാതിരിക്കുന്നു. ഞാൻ സുബമെൻഡിയുടെ പേര് ജാനുവരി തൊട്ട് കേൾക്കുന്നതാണ്, അത് ഇതുവരെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഫാർ ദേ ആർ ഡൂയിങ് എ പത്തറ്റിക് ജോബ് എന്ന് തന്നെ പറയണം. അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. എനിക്കറിയാം ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ, എന്നാൽ പോലും ഈ വക ഡീലുകളൊക്കെ ക്ലോസ് ചെയ്ത് വിട്ടണം. സുബമെൻഡി ഞാൻ ജാനുവരി തൊട്ട് കേൾക്കുന്നുണ്ട്, ഇപ്പോൾ വരും. എവിടെ സുബമെൻഡി നമ്മുടെ പേരെന്താ, സുബമെൻഡി നമ്മുടെ ഫബ്രീസിയോ റൊമാനോ വരെ ഹിയർ വി ഗോ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പേരിൽ വീഡിയോ ചെയ്തിട്ടും സുബമെൻഡിനെ പറ്റി ഇത് ഇപ്പോഴും എന്താ യെസ് ഓർ നോ ഓർ മേ ബി എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഈ വക ഡീലുകളൊക്കെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കരുത്, ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാക്കാൻ സ്പേസ് കൊടുക്കരുത്. സുബമെൻഡി തീർന്നിട്ടില്ല. ഇനിയിപ്പം വേറൊരു ഡൗട്ട്, സെസ്കോ വേണോ ഗ്യോക്കറൈസ് വേണോ? എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ പറയാം, ആര് വന്നാലും എനിക്ക് പ്രശ്നമില്ല. അതിപ്പോൾ സെസ്കോ ആയാലും ശരി, ഗ്യോക്കറൈസ് ആയാലും ശരി, ഫുൾ സപ്പോർട്ട്. അർട്ടറ്റയ്ക്ക് എന്താണോ വേണ്ടത്, അർട്ടറ്റയ്ക്ക് സെസ്കോ ആണോ വേണ്ടത്, സെസ്കോനായിട്ട്. കാരണം അടുത്ത സീസൺ അർട്ടറ്റ പറയുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ബോർഡ് സപ്പോർട്ട് ചെയ്യണം, അതിപ്പം ബെർട്ട സപ്പോർട്ട് ചെയ്യണം, 100% സപ്പോർട്ട് ചെയ്യണം. അടുത്ത സീസൺ ഞാൻ എൻ്റെ പഴയൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അർട്ടറ്റയുടെ ഫൈനൽ സീസൺ ആയിരിക്കും. കപ്പ് അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒന്നി ചാമ്പ്യൻസ് ലീഗ് ഇല്ലെങ്കിൽ പ്രീമിയർ ലീഗ് അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 100% അർട്ടറ്റ മടക്കിയിട്ട് പോകേണ്ടത് തന്നെ വരണം. അപ്പോൾ ഡെഫിനറ്റ്ലി അർട്ടറ്റയ്ക്ക് എന്താണോ വേണ്ടത് അതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ബോർഡും ആൻഡ്രിയ ബെർട്ടയും. സോ വേറെ പല ന്യൂസുകൾ കേൾക്കുന്നു, ആൻഡ്രിയ ബെർട്ടയും ആർട്ടറ്റയും തമ്മിൽ അത്ര രസത്തിലല്ലെന്ന് ചിലർ പറയുന്നു. അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല, അവരെല്ലാം വളരെ അലൈൻഡ് ആണ് എന്നൊക്കെ പറയുന്നു. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഇങ്ങനെ ഇതിനൊക്കെ റൂം ക്രിയേറ്റ് ആവും, ഇതിനൊക്കെ ഉള്ള അവസരം ക്രിയേറ്റ് ആവും ഇപ്പം ഡീൽസ് ക്ലോസ് ആയില്ലെങ്കിൽ. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. സോ എന്തിനിങ്ങനെ റൂമേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഇഫ് സെസ്കോ വേണോ എന്നാൽ സെസ്കോ സൈൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നീക്കോ വില്യംസ്, റോഡ്രിഗോ, ഇതൊക്കെ എന്താണ് പിന്നെ കൂഡോസ്, ഈ പറയുന്ന പ്ലേയേഴ്സിനൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലാതെ എല്ലാ റൂമേഴ്സ്, അല്ലാതെ ഒരു ഫൈനലൈസേഷൻ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ബാക്കിയുള്ള ടീംസൊക്കെ നടത്തുന്ന ബിസിനസ് കണ്ടില്ലേ, കുഞ്ഞ സംസാരിച്ചു, ക്ലോസ്, ഡൺ. ഫ്രിംപോങ് ഡൺ, ബ്രിഡ്സ് വരും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 13-ാം തീയതിയാണ്. വീഡിയോ 15-ാം തീയതി മിക്കവാറും റിലീസ് ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുകയാണ്, നെക്സ്റ്റ് വീക്ക്, അതായത് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ 16 തൊട്ട് ആ വീക്കിനുള്ളിൽ തന്നെ ബ്രിഡ്സിൻ്റെ കാര്യം ലിവർപൂൾ ഫൈനലൈസ് ചെയ്യും. അങ്ങനെ ഫാസ്റ്റായിട്ട് ബിസിനസ് മൂവ് ചെയ്താലേ ഈ പറയുന്ന പ്രീ സീസൺ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ. സോ ആർസണൽ റിയലി നീഡ് ടു സ്റ്റെപ്പ് അപ്പ് ദെയർ ഗെയിം. സോ ഫാർ ഇറ്റ്സ് ബീൻ വെരി പുവർ എന്ന് തന്നെ പറയണം. ഐ ആം 100% ഷുവർ, ഞാൻ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും എൻ്റെ സെയിം ഫ്രസ്ട്രേഷൻ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് ഐ ആം 100% ഷുവർ. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ 3 സീസണായിട്ട് സെക്കൻഡ് പൊസിഷൻ, ഈ സീസണാകുമ്പോൾ സെക്കൻഡ് പൊസിഷൻ. എന്നിട്ട് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ ഒരു പ്ലെയറിനെയും സൈൻ ചെയ്തിട്ടില്ല, ബാക്കിയുള്ളവരെല്ലാം പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നു. വിത്തിൻ 10 days ഇത്രയും സൈനിങ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട്, ഞാനൊരു ആർസണൽ ഫാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ളവർ അങ്ങനെ സൈൻ ചെയ്തു, ഇങ്ങനെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
സോ ഡെഫിനറ്റ്ലി എനിക്ക് എൻ്റെതായ ഫ്രസ്ട്രേഷൻ ഉണ്ട് ആസ് ആൻ ആർസണൽ ഫാൻ. ഐ റിയലി ഹോപ്പ് ആർസണൽ ഡു ദെയർ ജോബ് ഫാസ്റ്റ്, ബാക്കിയുള്ളവർ ഹൈജാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഡീൽസ്. ഓക്കെ, ഐ ഡോണ്ട് കെയർ. ഇപ്പം ഗ്യോക്കറൈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോയാൽ ഐ റിയലി ഡോണ്ട് കെയർ അൺലെസ് അത് നമുക്ക് വേണ്ടിയ പ്ലെയർ ആയിരുന്നു എന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹൈജാക്ക് ചെയ്തെങ്കിൽ ഓഫ് കോഴ്സ് ഐ കെയർ. സോ ഫിനിഷ് ദ ജോബ്. ചുമ്മാ ഇങ്ങനെ വെച്ച് അയച്ചോണ്ടിരിക്കാതെ ഫിനിഷ് ദ ജോബ് പ്ലീസ്. അടുത്ത വീഡിയോ ആർസണൽ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇച്ചിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തെങ്കിൽ സോറി. എനിക്ക് തോന്നിയത് ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ അതുപോലെ ഞാൻ പറഞ്ഞതാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. വളരെ പാഷനേറ്റ് ആയിട്ടാണ് എല്ലാവരും അവരവരുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുന്നത്. ഞാൻ എല്ലാം വായിക്കാറുണ്ട്. ചിലരൊക്കെ ഓരോ നീണ്ട പാരഗ്രാഫാണ് ഇടാറ്. ഞാൻ എല്ലാം വായിക്കാറുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻപുട്ട്. അങ്ങനെ അത് കാണുമ്പോൾ it motivates me to make more videos like this. So thank you so much for your continuous support. Thank you guys.